നമുക്കിന്ന് കാലത്തിൻ്റെ തിരശീല ഒന്ന് നീക്കി നോക്കാം. മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഇന്ന് കാണുന്ന പോലെയല്ലായിരുന്നു. മനുഷ്യൻ്റെ ശബ്ദമില്ലാത്ത, വാഹനങ്ങളുടെ തിരക്കില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ ഒരു ലോകം. ഇവിടെയാണ് ഡിനോസറുകളുടെ കഥ തുടങ്ങുന്നത്. മനുഷ്യർ ഈ ഭൂമിയിൽ വന്നിട്ട് വെറും 2-3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ ദിനോസറുകൾ ഈ ഭൂമി ഭരിച്ചത് എത്ര കാലമാണെന്നറിയാമോ? ഏകദേശം 160 മില്യൺ വർഷങ്ങൾ. അതായത് നമ്മുടെ കാലഘട്ടത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ കാലം അവരിവിടെ രാജാക്കന്മാരായി വാണു. ഏകദേശം 230 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളെല്ലാം ഇന്ന് കാണുന്ന പോലെ പിരിഞ്ഞു കിടക്കുകയല്ലായിരുന്നു. പാൻജിയ എന്ന് പേരു പറയുന്ന ഒരു ഒറ്റ ഭൂപ്പരപ്പായിരുന്നു അത്. ഇവിടെയാണ് ആദ്യത്തെ ദിനോസറുകൾ ജനിക്കുന്നത്. ആദ്യം അവർ ഇന്ന് നമ്മൾ കാണുന്ന പൂച്ചയേക്കാളും നായയേക്കാളും വലിപ്പമുള്ള ചെറിയ ജീവികളായിരുന്നു. ഇയോറാപ്റ്ററിനെ പോലെയുള്ള ജീവികൾ. ആ കാലത്ത് അവർ രാജാക്കന്മാരല്ലായിരുന്നു. മറ്റു വലിയ മൃഗങ്ങളെ പേടിച്ച് ഓടി നടക്കുന്നവരായിരുന്നു. പക്ഷേ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ അവരുടെ ശരീരഘടനയെയും മാറ്റി. അവർ വേഗത്തിൽ ഓടാനും മൃഗങ്ങളെ വേട്ടയാടാനും പഠിച്ചു. പതിയെ പതിയെ അവർ ഭൂമിയിലെ ഏറ്റവും ശക്തരായ ജീവികളായി വളർന്നു തുടങ്ങി. ഇതാണ് ഡൈനോസറുകളുടെ സുവർണകാലം. ഭൂമി ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറി. മഴ നന്നായി പെയ്തു. വലിയ കാടുകൾ വളർന്നു. ഇവിടെയാണ് നമ്മുടെ ഇഷ്ടക്കാരായ നീണ്ട കഴുത്തുള്ള ബ്രാക്കിയോസോറസും ഡിപ്ലോഡോക്കസും രംഗത്ത് വരുന്നത്. ഒരു ബ്രാക്കിയോസോറസിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിന്റെ കഴുത്ത് മാത്രം ഒരു നല്ല വീടിന്റെ ഉയരത്തിലേക്കെത്തും. അവരുടെ ഒരു കാലടി പതിയുമ്പോൾ ഭൂമി മുഴുവനും ഒന്ന് കുലുങ്ങുമായിരുന്നു. അതുപോലെയാണ് സ്റ്റെഗോസോറസ്. മുതുകിൽ വലിയ കത്തിപ്പാലകൾ നിരത്തിവെച്ച പോലെയുള്ള ആ രൂപരാക്ഷസൻ ശത്രുക്കളെ നേരിടാൻ അതിന്റെ വാലിലെ കൂർത്ത മുള്ളുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കാലത്ത് കടലിലും ആകാശത്തും ഡിനോസറുകളുടെ ബന്ധുക്കൾ വന്നു. ആകാശത്ത് ടെറോസോറുകളും കടലിലെ ഭയങ്കരനായ പ്ലിയോസോറും ലോകത്തെ വിറപ്പിച്ചു. ക്രിട്ടേഷ്യസ് പീരിയഡ്. ഇതാണ് ദിനോസറുകളുടെ കാലത്തിലെ ഏറ്റവും പ്രതാപമുള്ള സമയം. ഇവിടെയാണ് ലോകം കണ്ടതിൽ വെച്ചേറ്റവും ഭയങ്കരനായ വേട്ടക്കാരൻ വന്നത്, ടൈറനോസോറസ് റെക്സ്. നമ്മളെല്ലാവരും T-Rex എന്ന് വിളിക്കുന്ന ആ രാജാവ്. ഒരു T-Rexന്റെ പല്ലുകളുടെ കൂർമ്മത ഒരു വലിയ കത്തിയേക്കാൾ കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു കടിയിൽ ഏത് മൃഗവും തീരും. T-Rexന്റെ കാലടി ശബ്ദം കേട്ടാൽ മറ്റു മൃഗങ്ങളെല്ലാം ജീവനും കൊണ്ട് ഓടുമായിരുന്നു. പക്ഷെ T-Rexനെ നന്നായി എതിർക്കാൻ കഴിയുന്ന ഒരാൾ കൂടി ആ കാലത്തുണ്ടായിരുന്നു. അതായിരുന്നു ട്രൈസെറാടോപ്സ്. തലയിൽ 3 വലിയ കൊമ്പുകളും കഴുത്തിന് ചുറ്റും ഒരു പരിച പോലെയുള്ള തോലുമുള്ള ട്രൈസെറാടോപ്സ് T-Rexനെ പോലും നടുക്കുന്നവരായിരുന്നു. ഈ കാലത്ത് തന്നെയാണ് വെലോസിറാപ്റ്ററുകൾ എന്ന കള്ളത്തരമുള്ള ദിനോസറുകളും വന്നത്. അവർ വലിയ ശരീരമോ ശക്തിയോ ഉള്ളവരായിരുന്നില്ല. പക്ഷെ അവർ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. കൂട്ടമായി വന്ന് വലിയ മൃഗങ്ങളെ പോലും അവർ കീഴ്പ്പെടുത്തുമായിരുന്നു. പക്ഷേ ഈ മഹാരാജ്യം എന്നെന്നും നിലനിന്നില്ല. ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ ദിവസം ദിനോസറുകൾ അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു വലിയ ഉൽക്ക ഭൂമിയിലേക്ക് വേഗം വന്നു പതിച്ചു. ഇന്നത്തെ മെക്സിക്കോയിലെ സമുദ്രത്തിലാണ് അത് പതിച്ചത്. അതിന്റെ ആഘാതം 1 ലക്ഷം ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടുന്നതിന് തുല്യമായിരുന്നു. ഭൂമി മുഴുവൻ തീയും പുകയും നിറഞ്ഞു. സൂര്യപ്രകാശം മാസങ്ങളോളം ഭൂമിയിൽ പതിച്ചില്ല. ചെടികൾ ഉണങ്ങി നശിച്ചപ്പോൾ സസ്യഭുജികളായ ദിനോസറുകൾ ചത്തുവീണു.
അവരെ തിന്നു ജീവിച്ചിരുന്ന ടീറെക്സിനെ പോലെയുള്ള മാംസഭുജികൾക്കും പിന്നീട് നിലനിൽപ്പില്ലാതായി. അങ്ങനെ 160 മില്യൺ വർഷങ്ങൾ ഭൂമിയെ ഭരിച്ച ആ മഹാജീവികൾ മണ്ണോട് ചേർന്നു. ഇന്ന് അവരുടെ എല്ലുകളും അവശിഷ്ടങ്ങളും മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഥ അത്ഭുതകരമാണ്. ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാക്കകളും പറവകളുമെല്ലാം ആ പഴയ ദിനോസറുകളുടെ ഒരു ഭാഗം തന്നെയാണെന്ന് ശാസ്ത്രം പറയുന്നു. ദിനോസറുകളുടെ ഈ കഥ നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ഒരാളും ശാശ്വതമല്ല. കാലം മാറി വരുന്തോറും പുതിയ ജീവികൾ ജനിക്കും, പഴയത് മായും. ഇതാണ് പ്രകൃതിയുടെ നിയമം.